കല്യാണ രാത്രി ചിലയിടങ്ങളിലൊക്കെ താളമെന്ന പേരിൽ അക്രമകാരിയായ സ്വഭാവത്തോടുകൂടെയുള്ള ചില വിഷയങ്ങളൊക്കെ നടന്നു വരുന്നു. നമ്മുടെ ജമാഅത്തും പല ജമാഅത്തുകളും കർശന തീരുമാനത്തിലാണ് അത്തരം വേണ്ടാത്ത ചെയ്തികൾ. കല്യാണ നാളുകളിൽ ഈ ആഭാസത്രം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശവപ്പെട്ടിയിൽ പുതിയാപ്പിള വരിക, ഒട്ടകപ്പുറത്ത് പുതിയാപ്പിള വരിക, പിന്നെ പടക്കം പൊട്ടിച്ച് കോലാഹലങ്ങൾ സൃഷ്ടിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒച്ചപ്പാടുകളും ബഹളമൊക്കെ ഉണ്ടാക്കുക. ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇത്തരം ആഭാസത്രങ്ങൾക്കെതിരെ ഒരു ഉസ്താദ് ഒരു നിക്കാഹ് വേളയിൽ നടത്തുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ അല്പഭാഗം നമ്മൾക്കിപ്പോ കണ്ടിട്ട് വരാം. കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദൂർത്തുകളും അനിസ്ലാമിക പ്രവൃത്തികളും അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നില്ല. ഇത്തഖിൽ മഹാരിം തകുന്ന അബ്ദന്നാസ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. കല്യാണം, നിക്കാഹ് ഇസ്ലാമികമാകണം. അതുപോലെ ശേഷം വരുന്ന കാര്യപരിപാടികളെല്ലാം ഇസ്ലാമികമാക്കാൻ രണ്ട് കുടുംബങ്ങളും നല്ലവണ്ണം ശ്രദ്ധിക്കണം. കല്യാണ രാത്രി ചിലയിടങ്ങളിലൊക്കെ താളമെന്ന പേരിൽ അക്രമകാരിയായ സ്വഭാവത്തോടുകൂടെയുള്ള ചില വിഷയങ്ങളൊക്കെ നടന്നു വരുന്നു. നമ്മുടെ ജമാഅത്തും പല ജമാഅത്തുകളും കർശന തീരുമാനത്തിലാണ് അത്തരം വേണ്ടാത്ത ചെയ്തികൾ. ആരെങ്കിലും വരുന്നതിനോ ഭക്ഷണം കഴിച്ചു പോകുന്നതിനോ ഇസ്ലാമിൽ വിലക്കില്ല, വിരോധമില്ല. അക്രമങ്ങൾ, അനീതികൾ, വേണ്ടാത്തരങ്ങൾ, പടക്കം പൊട്ടിക്കൽ പോലെ ഒരു പ്രത്യേക ശൈലിയിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവിടെ ജീവിക്കുന്ന അയൽവാസികളെയും ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതെ കാത്തു സൂക്ഷിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ്. വളരെ മഹിമമായിട്ടുള്ള ഒരു കാര്യത്തെ ഇത്തരം ആഭാസത്രമായിട്ട് കൊണ്ടാടുമ്പോൾ അവിടെ മലിനമാക്കപ്പെടുന്നത് എന്താണ്? അപ്പോൾ ഇത്തരം ആഭാസത്ര കല്യാണങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഓരോ മഹല്ലുകളും കർശനമായി മുന്നോട്ട് വരണം. മുമ്പ് ഈ സംഭവം, അതായത് ഒട്ടകപ്പുറത്ത് പുതിയാപ്പിള വന്നിട്ടുള്ള ഒരു സംഭവം വളരെ വിവാദമായപ്പോൾ ചില മഹല്ലുകളൊക്കെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരം വിവാഹങ്ങൾക്ക് യാതൊരുവിധ നിയമസാധ്യതകളും മഹല്ല് കമ്മിറ്റിന്റെ ഭാഗത്തു നിന്ന് തരത്തില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് ഏതാനും ചില മഹല്ലുകൾ മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ. അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കി എന്ന കാര്യം പിന്നീട് അറിയത്തില്ല. പക്ഷെ എല്ലാ മഹല്ലുകളും ഇത്തരം ആഭാസത്രങ്ങൾക്കെതിരെ കർശനമായി മുന്നോട്ട് വരണം. കാരണം ഓരോ വിവാഹ വേളയിലും കാട്ടിക്കൂടിക്കുന്ന തോന്നിവാസങ്ങൾ എത്രത്തോളം വലുതാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തോന്നിവാസങ്ങളാണ്. വിവാഹ നാളുകളിൽ സന്തോഷത്തിന് വേണ്ടി വിനോദങ്ങളൊക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ വിനോദങ്ങളും ആഭാസത്രങ്ങളൊക്കെ നടത്തുമ്പോൾ അത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റും? അതുകൊണ്ട് ഇത്തരം വിവാഹങ്ങളൊക്കെ കർശനമായി നിരോധിക്കാൻ ഓരോ മഹല്ലുകളും മുന്നോട്ട് വരണം. അത്തരം വിവാഹങ്ങൾക്ക് യാതൊരുവിധ നിയമസാധ്യതകളും കൊടുക്കുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല. ഇത്തരം വിവാഹങ്ങളൊക്കെ കർശനമായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ആഭാസത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും.